നമ്മൾ സാധാരണക്കാരാണ്, പാപികളാണ്. അതുകൊണ്ട് മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളോട്, നബിമാരോടോ ഔലിയാക്കളെന്ന് പറയപ്പെടുന്നവരോടോ മറ്റാരോടെങ്കിലുമോ നമ്മുടെ കാര്യം പറഞ്ഞാൽ അവര് അള്ളാഹുവിനോട് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്ത് കാര്യം നേടിത്തരും എന്ന വിശ്വാസം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് അത് ഇസ്ലാമിലെ ശത്രുക്കളുടെ വിശ്വാസമായിരുന്നു. അറേബ്യൻ മുശ്രിക്കുകൾ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു. പലരോടും അവർ പ്രാർത്ഥിച്ചിരുന്നു. അതിനവർ ന്യായം പറഞ്ഞത് അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാനാണ് ഞങ്ങൾ ഇവർക്ക് ആരാധനകളും പ്രാർത്ഥനകളും കൊടുക്കുന്നത് എന്നായിരുന്നു. ഇവർ ഞങ്ങൾക്കുള്ള ശുപാർശകരാണ് അള്ളാഹുവിന്റെ അടുക്കൽ എന്ന് അവർ പറഞ്ഞിരുന്നു. ഈ രണ്ട് കാരണത്തെയും ഇസ്ലാം ശക്തമായി തന്നെ എതിർത്തിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകളകിലും നേർക്കുനേരെ അള്ളാഹുവിനോടാണ് നടത്തേണ്ടത്. നേരെ മറിച്ച് എന്തിനാണ് ഞാൻ ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്? ഇപ്പോൾ ചില രാഷ്ട്രീയ സംഘടനകൾക്കിടയിലും മറ്റു ചില പൊതുജനങ്ങൾക്കിടയിലുമൊക്കെ ഒരു തർക്കം നടക്കുകയാണ്. ആ തർക്കത്തിനൊരു കാരണമുണ്ടായി. ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിന്റെ സംസാരമധ്യേ ഒരു കാര്യം പറഞ്ഞു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? പടച്ചവനോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ, എന്തിനാണ് ഇടയാളന്മാർ? അങ്ങനെ ഇടയാളന്മാരുടെ ആവശ്യമില്ലല്ലോ എന്ന ഒരു വാചകം മറ്റേതോ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്. ശരി, നമ്മുടെ വിഷയം അയാളുടെ സംസാരത്തിന്റെ സന്ദർഭമല്ല, വിഷയത്തിന്റെ ഗൗരവമാണ് നമ്മുടെ വിഷയം. അത് പറഞ്ഞപ്പോൾ പടച്ചവനോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ, എന്തിനാണ് ഇടയാളന്മാർ എന്ന ചോദ്യം ചില സാമുദായിക സംഘടനകളെ വല്ലാതെ ദേഷ്യമുള്ളവരാക്കി തീർത്തു. അവർ സമൂഹത്തോട് കൃത്യമായി പറഞ്ഞു, നേർക്കുനേരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ഇടയാളന്മാരോട് പറഞ്ഞു പിന്നെ അള്ളാഹുവിനോട് അങ്ങനെ പറയുന്ന ഒരു സമ്പ്രദായമില്ല എന്ന് പറയുന്നത് ഇസ്ലാമികമായ ആശയത്തെ വേദനിപ്പിക്കുന്ന, വ്രണപ്പെടുത്തുന്ന ആശയമാണ്. അത് അഹ്ലുസുന്നയുടെ ആശയത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് അങ്ങനെ ആ വേദിയിൽ പ്രസംഗിച്ച അയാൾക്കെതിരെ സംഘടന നടപടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കുലറുകൾ ഒരു സംഘടന അതിന്റെ കേന്ദ്രങ്ങളിലേക്ക് അയക്കുകയുണ്ടായി. സഹോദരങ്ങളെ, വിഷയത്തിന്റെ മർമ്മം അവിടെയാണ്. പടച്ചറബിനോട്, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുവാൻ വേണ്ടി മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളോട് ആദ്യം പറയണം. അങ്ങനെ അവര് നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലേ ഉത്തരം കിട്ടുകയുള്ളൂ എന്നുള്ള നയം അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല. നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഇവിടെ ചില ആളുകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടായിരിക്കണം നമ്മൾ എന്ത് തെറ്റുകൾ ചെയ്താലും ആദ്യം പറയേണ്ടത് എന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവമാണ് വിഷയം, നിസ്സാരമായ തർക്കമല്ല. ഇത് തൗഹീദിന്റെ വിഷയമാണ്. എന്നിലോ നിങ്ങളിലോ ഒരു അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും പഠിച്ചതെന്താണ്? അല്ലാഹുവേ പൊറുക്കണേ എന്ന് പറയണം. അല്ലാഹുവേ എന്റെ തൗബ സ്വീകരിക്കണേ എന്ന് പറയണം. അത് പറയാനാണ് പഠിപ്പിക്കപ്പെട്ടത്, അത് പറയാനാണ് നമ്മൾ കൽപ്പിക്കപ്പെട്ടത്. അതേ അവസരത്തിൽ ഇവിടെ ചില ആളുകൾ പറയുന്നത്, അങ്ങനെ അല്ലാഹുവേ പൊറുക്കണേ എന്ന് പറഞ്ഞാൽ നേർക്കുനേരെ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം മദീനയിൽ മറപെട്ട് കിടക്കുന്ന മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് പറയണം, പ്രവാചകരെ, എനിക്ക് അബദ്ധം സംഭവിച്ചിരിക്കുന്നു, എന്റെ അബദ്ധങ്ങൾ പുറത്തു തരണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയണം. അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിനോട് പറയും. എന്നാലേ നമ്മുടെ പാപം പൊറുക്കുകയുള്ളൂ, തൗബ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇത് മുസ്ലിമീങ്ങൾക്ക് അംഗീകരിക്കുവാൻ സാധിക്കുന്ന ഒരു വിശ്വാസമല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, എന്റെ നമസ്കാരത്തിലും അതുപോലെ തന്നെ വീട്ടിലായിരിക്കയുമൊക്കെ എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരു പ്രാർത്ഥന അങ്ങ് പഠിപ്പിച്ചു തരണം. ആ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് പാപമോചനത്തേട്ടത്തിന്റെ ഒരു പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥന എന്തായിരുന്നു? اللهم إني ظلمت نفسي ظلما كثيرا ولا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم. അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്ത ദുആയാണത്. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവേ, ഞാൻ എന്നോട് ഒരുപാട് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, അഥവാ ഞാൻ എന്നോട് ഒരുപാട് പാപം ചെയ്തിരിക്കുന്നു എന്നർത്ഥം. ആ പാപത്തെ നിന്നോടല്ലാതെ എനിക്ക് തേടുവാനില്ല, നീ മാത്രമാണ് പാപങ്ങൾ പൊറുക്കുന്നവൻ. അതുകൊണ്ട് എന്റെ പാപങ്ങൾ നീ പൊറുത്തു തരണമേ
എന്ന് പ്രാർത്ഥിക്കുവാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുത്തത് അദ്ദേഹത്തിന് മാത്രമുള്ള ഒരു പ്രാർത്ഥനയല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒരു ദുആയാണത്. അല്ല, മാതൃകയാക്കേണ്ടുന്ന പ്രാർത്ഥനയാണത്. എന്താണ് നമ്മുടെ വിഷയവുമായി ഇതിലുള്ള ബന്ധം? പാപമോചന തേട്ടം നടത്തുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ല, അബൂബക്കറെ നീ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം എന്നെ വിളിച്ചു പറയണം, നബിയെ ഞാൻ പാപങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. നിത്യജീവിതത്തിൽ ഞാനും നിങ്ങളും പറയേണ്ടുന്ന ഒരുപാട് പാപമോചനത്തിന്റെ തേട്ടങ്ങളുണ്ട്. ഏത് പ്രാർത്ഥനകൾ സഹോദര സഹോദരി പരിശോധിച്ചു നോക്കൂ. അള്ളാഹുവിനോടല്ലാത്ത ഒരു പ്രാർത്ഥന ആദ്യം നബി തങ്ങളോട് പറയുന്ന ഒരു രീതി, അതല്ലെങ്കിൽ മുൻകഴിഞ്ഞ ഏതെങ്കിലും മഹാത്മാക്കളോട് പറയുന്ന ഒരു രീതി മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പ്രാർത്ഥന അള്ളാഹുവിനോട് നേർക്കുനേരെയാണ്. മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളോട് പറഞ്ഞ് അവര് പറഞ്ഞു പിന്നെ അള്ളാഹുവിനോട് കാര്യം നേടിത്തരുന്ന ആ ഇടയാളന്മാരോട് പറയുന്ന രീതി ഇസ്ലാമിലില്ല. ഇതാണ് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ രോഗശമനം ലഭിക്കുവാൻ, സന്താനങ്ങൾ ഉണ്ടാകുവാൻ, അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷയുണ്ടാകുവാൻ ഒക്കെ നമ്മൾ അള്ളാഹിനോട് നേരിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. മഹാത്മാക്കളോടാണ് പറയേണ്ടത്. അവരല്ലാഹിനോട് പറഞ്ഞോളും. അങ്ങനെ മരിച്ചു മൺമറഞ്ഞു പോയ ശൈഖുമാരോട്, തങ്ങന്മാരോട്, ബീവിമാരോട് അവരോടൊക്കെ പറയാണ്, ഞങ്ങൾ ഇടങ്ങേറിലാണ്, രോഗത്തിലാണ്, പ്രയാസത്തിലാണ്, ഞങ്ങൾക്ക് സന്താനങ്ങളില്ല, നിങ്ങൾ തരണം എന്നിങ്ങനെ അവരോട് പറഞ്ഞ് അവര് അള്ളാഹുവിനോട് പറഞ്ഞോളും എന്നുള്ള വിശ്വാസമാണ് സമൂഹത്തിൽ ഇന്ന് പലരും പ്രചരിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അതും അബദ്ധമാണ്. നിങ്ങൾ നോക്കൂ, സന്താനമില്ലാതെ പ്രാർത്ഥിച്ച 2 നബിമാരുടെ പ്രാർത്ഥന ഖുർആനിലുണ്ട്. ഒന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റേതാണ്, മറ്റൊന്ന് സക്കരിയ അലൈഹിസ്സലാമിന്റേതാണ്. ആ 2 പേരും സന്താനങ്ങളെ ലഭിക്കുവാൻ തേടിയത് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോടല്ല, അള്ളാഹുവിനോട് നേർക്കുനേരെയായിരുന്നു. അതേപോലെ തന്നെ രോഗശമനത്തിന് വേണ്ടി തേടിയ അയ്യൂബ് നബിയുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലുണ്ട്. ആ പ്രാർത്ഥനയും മുൻകഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു നബിയോടായിരുന്നില്ല, മറിച്ച് അള്ളാഹുവിനോട് നേർക്കുനേരെയായിരുന്നു. ശത്രുക്കൾക്കെതിരിൽ ഞങ്ങളെ സഹായിക്കണേ എന്ന് സന്നിഗ്ധ ഘട്ടത്തിൽ മഹാരഥന്മാര് പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലുണ്ട്. അതും മുൻകഴിഞ്ഞു പോയ ഏതെങ്കിലും പ്രവാചകന്മാരോടായിരുന്നില്ല, നേരിട്ട് അള്ളാഹുവിനോടായിരുന്നു. ഇതാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ, രോഗം ശിഫയാകുവാൻ, സന്താനങ്ങൾ ഉണ്ടാകുവാൻ, ശത്രുക്കളിൽ നിന്ന് രക്ഷയുണ്ടാകുവാൻ, ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കിട്ടാൻ എന്നു വേണ്ട ജീവിതത്തിന്റെ ഏതേത് വിഷയങ്ങളിലും നാം തേടുമ്പോൾ അള്ളാഹുവിനോട് നേർക്കുനേരെയാണ് തേടേണ്ടത്. ഇതാണ് ഇസ്ലാമിന്റെ ശുദ്ധമായ തൗഹീദ്. അതോടൊപ്പം മറ്റുള്ളവരുടെ ഹക്ക് കൊണ്ട് എന്നോ ജാഹ് കൊണ്ട് എന്നോ ബർക്കത്ത് കൊണ്ട് എന്നോ കൂട്ടിച്ചേർക്കുന്ന രീതിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇത് മുസ്ലിമീങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. അതേ അവസരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം ആളുകളെന്ന് അവകാശപ്പെടുന്ന, ഞങ്ങളാണ് യഥാർത്ഥ അഹ്ലുസുന്നയുടെ വക്താക്കൾ എന്ന് അവകാശപ്പെടുന്ന സുഹൃത്തുക്കൾ പ്രചരിപ്പിക്കുന്നത് എന്താണ്? നമുക്ക് തിരുനബിയോടല്ലാതെ പറയാനില്ല, നേർക്കുനേരെ അള്ളാഹുവിനോട് പറയാൻ തിരുനബിക്കേ അവകാശമുള്ളൂ എന്നാണ്. നമ്മുടെ കാര്യം നേടുവാൻ അള്ളാഹുവിനോട് നേർക്കുനേരെ ചോദിക്കുന്ന രീതി ശരിയല്ല. കാരണം അതുകൊണ്ട് ഉത്തരം കിട്ടുമെന്ന ഉറപ്പില്ല. ഉത്തരം കിട്ടുമെന്ന ഉറപ്പുള്ള ഏക ദുആ ഏതാണ്? മഹാത്മാക്കളോട് പറഞ്ഞ് അള്ളാഹുവിനോട് പറയലാണ്. ഈ കാര്യം വളരെ വ്യക്തമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഈ അവസാനം പറഞ്ഞ ഈ ആശയം ഇസ്ലാമിന് ഘടകവിരുദ്ധമാണ്. ഇത് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം നിർവഹിക്കുന്ന പ്രാർത്ഥനകളഖിലം സർവശക്തനായ അള്ളാഹുവിലേക്ക് മാത്രം തിരിച്ചു വിട്ടുകൊണ്ട് അമ്പിയാക്കളെ അമ്പിയാക്കൾ എന്ന നിലക്ക് ആദരിക്കുകയും ഔലിയാഇനെ ഔലിയാ എന്ന നിലക്ക് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. പക്ഷേ അവരോടുള്ള ബഹുമാനമാണ്, ആദരവാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന രീതി ഇസ്ലാമികമല്ല. അത് ശിർക്കായ, അള്ളാഹു പൊറുക്കാത്ത പാപമാണ്, ഗൗരവമുള്ള വിഷയമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹുവിനോട് നേർക്കുനേരെ പ്രാർത്ഥിച്ചുകൂടാ എന്നും അവനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇടയാളന്മാര് വേണമെന്നും അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എന്നും, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഇടയാളന്മാരോട് തേടുന്നത് എന്ന് ചില ആളുകൾ വിശുദ്ധ ഖുർആനിലെ
സൂറത്തുൽ മാഇദയിലെ 35-ാമത്തെ ആയത്ത് ഓതിക്കൊണ്ട് സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ആ വചനമാണ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ കേൾപ്പിച്ചത്. ആ ആയത്തിൽ അങ്ങനെ വാസ്തവത്തിൽ പറയുന്നില്ല. ആയത്തിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഞാൻ ആദ്യം പറയാം. സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. പാപങ്ങളൊന്നും വരാതെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വബ്തഗൂ ഇലൈഹിൽ വസീലത, അവനിലേക്കുള്ള സാമീപ്യ മാർഗം നിങ്ങൾ തേടണേ. അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗം നിങ്ങൾ അന്വേഷിക്കണേ. വജാഹിദൂ ഫീ സബീലിഹി, അവന്റെ മാർഗത്തിൽ നിങ്ങൾ കഴിയാവുന്നത്ര ത്യാഗം സഹിക്കണേ. അതിൽ യുദ്ധവും മറ്റുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള ഇസ്ലാമിന് വേണ്ടിയുള്ള എല്ലാ ത്യാഗങ്ങളും സഹനങ്ങളും അതിൽ ഉൾപ്പെടും. ഈ 3 നിർദ്ദേശങ്ങൾ പറഞ്ഞതിന്റെ ശേഷം അല്ലാഹു പറഞ്ഞു, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാൻ വേണ്ടി എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിൽ വബ്തഗൂ ഇലൈഹിൽ വസീല എന്ന ആയത്തിന്റെ മധ്യഭാഗത്താണ് ദുർവ്യാഖ്യാനം നടത്തുന്നത്. അവർ പറയുന്ന അർത്ഥം വബ്തഗൂ ഇലൈഹിൽ വസീലത, നിങ്ങൾ അല്ലാഹുവിലേക്ക് അൽ വസീല, ഇടയാളന്മാരെ തേടണം. അപ്പൊ അള്ളാഹിനോട് തേടുമ്പോ മരിച്ചു മൺമറഞ്ഞു പോയ അമ്പിയാക്കള്, ഔലിയാക്കള്, അവരോടൊക്കെ പറഞ്ഞിട്ട് വേണം നിങ്ങൾ അള്ളാഹുവിലേക്ക് സമീപിക്കാൻ എന്ന അർത്ഥമാണ് അവർ നൽകുന്നത്. അത് അസംബന്ധമാണ്. വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ യാതൊരു അഭിപ്രായവും വ്യത്യാസവും ഇല്ലാത്തവണ്ണം അത് ശരിയല്ല. കൃത്യമായി തന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കഴിയാവുന്നത്ര സൽക്കർമ്മങ്ങൾ, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഖുർആൻ പാരായണം, ദിക്റുകൾ, ദുആകൾ, മറ്റുള്ള ഏതെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യണമെന്നാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. അതല്ലാതെ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുമ്പോ ഇടയാളന്മാരായ നബിമാരെ, ഔലിയാക്കന്മാരെ, ബീവിമാരെ, അവരോടൊക്കെ ആദ്യം പ്രാർത്ഥിച്ചിട്ട് അവര് നിങ്ങൾക്ക് വേണ്ടി എന്നോട് പ്രാർത്ഥിച്ചോളും എന്ന ഒരു ആശയം ആ ആയത്തിൽ ഇല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്.